നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നടി മഞ്ജു വാര്യരുടെ ജീവന് അപകടമുണ്ടെന്ന് പറഞ്ഞ് മുൻപ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ സംവിധായകനാണ് സനൽകുമാർ ശശിധരൻ. ഇപ്പോൾ വീണ്ടും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി എത്തിയിരിക്കുകയാണ് സനൽകുമാർ. നടി ചിലരുടെ നിയന്ത്രണത്തിലാണെന്ന് സനൽകുമാർ പറയുന്നുണ്ട്. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ പരാമർശം. മഞ്ജു വാര്യരെ ഇനി ശല്യം ചെയ്യരുതെന്ന് പോലീസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മഞ്ജു എന്നെ വിളിച്ച് കരയുകയായിരുന്നു. മഞ്ജു അല്ല കേസ് കൊടുത്തത്, ഞാൻ എന്ത് പറഞ്ഞാലും സത്യമല്ലെന്ന് ആളുകൾ പറയും. മഞ്ജു എന്നെ ഫേക്ക് ഐഡിയയിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ കളവ് പറയുകയാണെന്ന് പറയും. 2 വർഷം ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഭയഭീതിയോടെയാണ് അവർ സംസാരിച്ചിരുന്നത്. ഞാനുമായി കോണ്ടാക്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ ആ നിമിഷം കൊല്ലപ്പെടും എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ആരോടും പറയാൻ പറ്റുകയില്ല. ആരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. മഞ്ജുവിനോട് സ്വതന്ത്രമായ പ്രസ്താവന നടത്താനാകില്ലെന്നും സനൽകുമാർ ശശിധരൻ വാദിക്കുന്നുണ്ട്. എന്താണ് തനിക്ക് വേണ്ടതെന്ന ചോദ്യത്തിന് താനല്ല മഞ്ജു ആണ് മറുപടി പറയേണ്ടത് എന്നാണ് സനൽകുമാർ ശശിധരൻ പറയുന്നത്. 2 പേരെയും വിളിച്ചിരുത്തി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമാണിത്. അങ്ങനെ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്റെ പരാതി അവർ അന്വേഷിക്കുവാൻ പോലും തയ്യാറായിട്ടില്ലെന്നും സനൽകുമാർ ശശിധരൻ പറയുന്നുണ്ട്. പലപ്പോഴും വിചിത്രമെന്ന് തോന്നുന്ന വാദങ്ങളാണ് അഭിമുഖത്തിൽ സനൽകുമാർ ശശിധരൻ ഉന്നയിക്കാറുള്ളത്. മഞ്ജു വാര്യരുടെ ജീവന് അപകടത്തിലാണെന്ന് സനൽകുമാർ നിരന്തരം ഉന്നയിക്കുന്ന വാദമാണ്. ഈ വാദത്തെ എതിർത്തപ്പോഴെല്ലാം പല വിവാദങ്ങൾ ഇയാൾ ഉണ്ടാക്കിയിരുന്നു. ഇതിനിടയിൽ അവർ എത്ര പടങ്ങൾ ചെയ്തു, ആ സമയത്ത് അവർ എത്രയോ ആളുകളുമായി സംസാരിച്ചു. അപ്പോൾ അവർക്ക് ഒപ്പം നിന്നവർക്കൊന്നും അത് മനസ്സിലായിട്ടുണ്ടാകില്ലേ? മഞ്ജുവിന് ഭീഷണി ഉണ്ടെങ്കിൽ അവർ തന്നെ വന്ന് പറയണം. ഇതിൽ ഇടപെടുവാൻ ഇവന് എന്താണ് കാര്യം? ഇവരുടെ ഗാർഡിയൻ ആണോ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ഇതിന് താഴെയായി വരുന്നത്. അതേസമയം മഞ്ജുവിന്റെ ഈ വിവാദങ്ങൾക്കിടയിലും ദിലീപും കാവ്യയും ജനശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ. അടുത്തിടെയാണ് ദിലീപ് ഫാമിലിയിൽ നിന്നുള്ള ഇളയ അംഗമായ മഹാലക്ഷ്മിയുടെ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയത്. മീനാക്ഷിയെ പോലെ അത്ര പരിചിത അല്ലെങ്കിലും മഹാലക്ഷ്മിയുടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കാവ്യയിൽ ദിലീപിന് പിറന്ന മകളാണ് മഹാലക്ഷ്മി. മഹാശാമി ദിനത്തിൽ ജനിച്ചതുകൊണ്ട് മീനാക്ഷിയാണ് തന്റെ കുഞ്ഞനുജത്തിക്ക് ഈ പേരിട്ടത്. 8 വയസ്സുകാരിയായ മഹാലക്ഷ്മിയുടെ കുസൃതികളും കുറുമ്പുകളും ഒക്കെ ദിലീപ് ആസ്വദിക്കാറുണ്ട്. പലപ്പോഴും മകളുടെ കുറുമ്പിനെ കുറിച്ച് ദിലീപ് വാചാലനാകാറുമുണ്ട്. കാവ്യയുടെ നാത്തൂൻ റിയ മധുനാണ് ഇപ്പോൾ മഹാലക്ഷ്മിയുടെ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ചേച്ചിമാർക്കൊപ്പം കളിച്ചും ചിരിച്ചും കുസൃതികൾ കാണിച്ചു നടക്കുന്ന മാമാട്ടിയുടെ ചിത്രങ്ങൾ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട്. മഹാലക്ഷ്മിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ആരാധകർ ഇപ്പോൾ ദിലീപിന്റെ വാക്കുകളാണ് ഓർത്തെടുക്കുന്നത്. എപ്പോഴും തന്റെ കുടുംബത്തെ കുറിച്ച് സംസാരിക്കാറുള്ള ആളാണ് ജനപ്രിയനായ ദിലീപ്. അതിൽ മക്കളായ മീനാക്ഷിയുടെയും മാമാട്ടിയുടെയും ഒരിക്കലും അദ്ദേഹം ഒഴിവാക്കാറുമില്ല. അത്തരത്തിൽ ഇളയ മകളെ കുറിച്ച് താരം പറഞ്ഞത് ഓർത്തെടുത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോൾ. മാമാട്ടിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്. മീനാക്ഷിയുടെ പല സാമ്യതകളും മഹാലക്ഷ്മിക്കുണ്ട്. എന്നാൽ കുസൃതിയുടെ കാര്യത്തിൽ മീനാക്ഷിയേക്കാൾ അപ്പുറമാണ് മാമാട്ടി. മീനാക്ഷി ഇപ്പോൾ പഠിച്ച ഡോക്ടറായി. ഇന്നുവരെയും എനിക്ക് അവളെ തല്ലേണ്ടി വന്നിട്ടില്ല. പക്ഷേ മഹാലക്ഷ്മിക്ക് ഒരു തല്ല് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്നായിരുന്നു ദിലീപ് അന്നൊരിക്കൽ പറഞ്ഞിരുന്നത്. മഹാലക്ഷ്മി ഒരു തിരുത്തൽവാദിയാണ്. താനോ കാവ്യോ ഇംഗ്ലീഷിൽ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞാലൊക്കെ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിക്ക് കാവ്യയുടെ സ്വഭാവമാണ്. കാവ്യ എവിടെ പോയാലും അവിടെയുള്ള ആളുകളോട് സംസാരിച്ച് അവരുമായി പെട്ടെന്ന് കമ്പനിയാവും. അതുപോലെ തന്നെയാണ് മാമാട്ടി എന്നും ദിലീപ് അന്നൊരിക്കൽ പറഞ്ഞിരുന്നു. കാവ്യ മാധവനും അമ്മയ്ക്കും സഹോദരനും സഹോദരന്റെ ഭർത്താവിനും ഒപ്പം ദിലീപും മഹാലക്ഷ്മിയും ഒക്കെ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ ഏതാനും ദിവസങ്ങൾ ചെലവഴിച്ച ഫോട്ടോകളും വീഡിയോകളും എല്ലാം നേരത്തെ പല ഫാൻസ് പേജുകളിലും വന്നതായിരുന്നു. ഇത് പുറത്തു വന്നതോടെ ഈ ഫോട്ടോകളെല്ലാം വൈറലായി തീരുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കാവ്യയുടെ നാത്തൂൻ റിമ മിഥുൻ തന്നെയാണ് ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അതിലാണ് കുറുമ്പി എന്ന് ദിലീപും കാവ്യയും വിശേഷിപ്പിക്കുന്ന മഹാലക്ഷ്മിയുടെ കുറച്ചധികം ചിത്രങ്ങൾ വന്നത്. ചേച്ചിമാർക്കൊപ്പം കളിച്ചും ചിരിച്ചും കുസൃതി കാണിച്ചും നടക്കുന്ന മഹാലക്ഷ്മിയുടെ ചിത്രങ്ങൾ ആകർഷണീയമാണ്. ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോൾ. ദിലീപ് അന്ന് പറഞ്ഞത് ശരിയാണെന്നും മാമാട്ടിയെ തല്ലേണ്ടി വരുന്നത് കാവ്യയെ പോലെ കുസൃതിക്കാരി ആയതുകൊണ്ടാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ മീനാക്ഷി അമ്മയായ മഞ്ജു വാര്യരെ പോലെ ആയിരിക്കുമെന്നാണ് ആരാധകരുടെ പക്ഷം. എന്തൊക്കെയായാലും 2 മക്കളെയും ഒരുപോലെ കാണുന്ന ദിലീപിനും കാവ്യയ്ക്കും ആരാധകർ അഭിനന്ദനങ്ങളും അറിയിക്കുന്നുണ്ട്. അതേസമയം ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ താരത്തിന്റെ ഇന്നത്തെ ബോക്സ് ഓഫീസ് പ്രകടനം ഒരുപക്ഷെ മികച്ചതായിരിക്കില്ല. വർഷങ്ങളായി ഒരു ക്ലീൻ ഹിറ്റ് പോലുമില്ലാതെ
ഇൻഡസ്ട്രിയിൽ പടങ്ങൾ ചെയ്തിട്ടും ദിലീപിന്റെ മാർക്കറ്റ് വാല്യൂ ഒരു അണുപോലും ഇടിഞ്ഞിട്ടില്ല. എങ്കിലും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം ദിലീപിന്റെ സ്വകാര്യതയിൽ കാര്യമായ ഇടിവ് വന്നിട്ടുണ്ട്. സംഭവം നടന്ന് 8 വർഷമായതിനു ശേഷമാണ് വിധി പറയുന്നത്. അതിജീവിതയും പ്രതികളിൽ ഒരാളും സിനിമാ മേഖലയിൽ നിന്നായതുകൊണ്ട് തന്നെ കേസിൽ അതിജീവിത സ്വീകരിച്ച ശക്തമായ നിലപാടുകളെല്ലാം കാരണം വിഷയം ദേശീയ തലത്തിൽ തന്നെ ശക്തി നേടുവാൻ കാരണമായിരുന്നു. ഒരു സമയത്ത് ദിലീപ് എന്ന് പേര് പറഞ്ഞാൽ പോലും വിമർശനങ്ങൾ പറയുന്നവർക്ക് കിട്ടുമായിരുന്നു. അത്രയേറെ സൈബർ അറ്റാക്കും നേരിട്ടുള്ള അറ്റാക്കും ദിലീപിനെ സ്നേഹിക്കുന്നവർക്കും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പൊതുവെ മാധ്യമങ്ങൾക്ക് അധികം മുഖം കൊടുക്കാതെ നടക്കുകയാണ് ദിലീപ്. അതേസമയം ദിലീപ്, മഞ്ജു വാര്യർ എന്നിവരെ കുറിച്ചുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനും നടക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കിയ ശേഷമാണ് ഈ സാഹചര്യം. ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകളും വരുന്നുണ്ട്. മഞ്ജു വാര്യരെ കുറ്റപ്പെടുത്തുന്നവർ എടുത്തു പറയുന്ന കാര്യം മകൾ മീനാക്ഷി അമ്മയ്ക്കൊപ്പം പോകാതെ അച്ഛനൊപ്പം നിന്നു എന്നതാണ്. മാതാപിതാക്കൾ വേർപിരിയുന്ന ഘട്ടത്തിൽ അച്ഛനൊപ്പം തുടരുകയാണെന്ന് മീനാക്ഷി തന്നെയാണ് തീരുമാനം എടുത്തത്. ഈ തീരുമാനം മഞ്ജു അംഗീകരിക്കുകയും ചെയ്തിരുന്നു. മഞ്ജു എടുത്ത ഈ തീരുമാനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചകളും എല്ലാം തന്നെ നടന്നിരുന്നു. ഇതിനിപ്പോഴിതാ സജീവ് ഐക്യം പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ ഒരു ഫോൺ സംഭാഷണത്തിന് താൻ സാക്ഷിയായി എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ത്രീകൾക്ക് എല്ലാ കാലത്തും എല്ലാ അർത്ഥത്തിലും മാതൃകയാക്കാവുന്ന ഒരാള്. വിവാഹ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ തന്റേതല്ലാത്ത ഒന്നും എടുക്കാതെ അരക്ഷിതത്വത്തിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് നടന്നവർ. സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നതിന് ശേഷം അവരുടെ ഒരു ഫോൺ കോളിന്റെ ഇങ്ങേ തലക്കിലെ സംഭാഷണത്തിന് ഞാൻ സാക്ഷിയായിരുന്നു. അതിന്റെ ചുരുക്കം ഇതാണ്: ഞാൻ പോന്നു, ഇനിയും തുടരാനാകില്ല എന്നതുകൊണ്ട്. എന്റേതായ ചിലത് അവിടെ മറന്നുവെച്ചു. അയാളുടേതായ ഒന്നും തന്നെ എടുത്തിട്ടുമില്ല. ഏറ്റവും വലിയ ഹൃദയവേദനയോടെ തൽക്കാലമാണെങ്കിലും മകളെ അവിടെ ഉപേക്ഷിച്ചു. കാരണം അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ വിട്ടുപോരുവാൻ ഞാൻ എങ്ങനെ പറയും? പെട്ടെന്നുള്ള ഒരു മാറ്റം അവളെ മുറിപ്പെടുത്തിയേക്കാം. അതിനുമപ്പുറം അയാൾ വെറുതെ ഇരിക്കില്ല. തന്റെ പക്ഷം ന്യായീകരിക്കാൻ മകൾക്കായി കേസ് കൊടുത്തേക്കാം. അതിനായി എത്ര പണവും ചെലവഴിക്കാം. അവളെ എന്നിൽ നിന്നും തട്ടിയെടുക്കുവാനും നോക്കാം. അതിനുള്ള സർവ്വസന്നാഹങ്ങളും അയാൾക്കുണ്ട്. കളിയും ചിരിയും പഠനവുമായി പോകേണ്ട ഈ പ്രായത്തിൽ കോടതികൾ കയറിയിറങ്ങുവാനും അമ്മയെക്കുറിച്ച് കെട്ടിച്ചമയ്ക്കുന്നതിലുള്ള വക്കീൽ കഥകളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഹൃദയം തകർന്നു നിൽക്കുവാനുമുള്ള സാഹചര്യം എൻ്റെ മകൾക്ക് ഉണ്ടാകരുതെന്നാണ് ഞാൻ കരുതുന്നത്. കുറച്ചു സമയത്തേക്കെങ്കിൽ പോലും ഒരു തട്ടിക്കൊണ്ടുപോകൽ അവളുടെ ജീവിതത്തിലേക്ക് എന്നേക്കുമായിട്ടുള്ള മാനസിക സംഘർഷങ്ങളും തകർച്ചകളും ഉണ്ടാക്കിയേക്കാം. എന്നോടുള്ള വാശിക്കാണെങ്കിലും മകളെ അയാൾ കൂടുതൽ നന്നായി നോക്കും. ചെറിയ കുട്ടിയല്ലേ, നിലവിലെ സാഹചര്യങ്ങളും അവളുടെ സങ്കടങ്ങളും പെട്ടെന്ന് മാറുമായിരിക്കും. അവൾ എല്ലാ കാലത്തും സന്തോഷമായി ഇരിക്കുക എന്നതാണ് എൻ്റെ ആവശ്യം എന്നായിരുന്നു ആ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നത്. നോക്കൂ, എത്ര പ്രധാനമായ തീരുമാനമാണ് അവർ എടുത്തത്. വലിയ വേദനയോടെ അവരത് ചെയ്തു. തകർന്നിരുന്നില്ല. ആകാശം മുട്ടേ വളർന്നു. ഇപ്പോഴും നിലപാടുകളിൽ നിന്ന് ഒരു തരിമ്പ് പോലും പിറകോട്ട് പോയിട്ടില്ല. എല്ലാ സ്ത്രീകളും ഒന്ന് തിരിച്ചറിയുക: ഓരോ വ്യക്തികളുടെയും സ്വപ്നങ്ങൾ അവരുടേത് മാത്രമാണ്. അതിനൊപ്പം സഞ്ചരിക്കുക, അത് സാധ്യമാക്കുക. മറ്റൊരാൾക്ക് വേണ്ടി അത് ഉപേക്ഷിക്കരുത്. അഥവാ അതിനൊരിക്കൽ ചെയ്യേണ്ടി വന്നാൽ അതൊരു അബദ്ധമായി നിന്ന് തിരിഞ്ഞു നോക്കിയാൽ തിരികെ മടങ്ങുക സ്വന്തം ജീവിതത്തിലേക്കും സ്വപ്നങ്ങളിലേക്കും എന്നായിരുന്നു കുറിപ്പ്.